കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഒരിക്കലും. അപ്പം ഞാൻ അന്ന് കാലത്ത് ഓർത്തോണം 75 നമ്മുടെ നാട്ടിൽ ആരും അച്ഛന്മാർ പോലും കൈവച്ച് പ്രാർത്ഥിക്കുകയില്ല രോഗശാന്തിക്ക്. രോഗശാന്തി പ്രാർത്ഥനയൊക്കെ കരിസ്മാറ്റിക് വന്നൊക്കെ തുടങ്ങിയ മക്കളെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. പല അച്ഛന്മാരും 3 ബിഷപ്പ്മാരെ കാണാൻ അവരുടെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചു. അപേക്ഷിക്കാന്ന് പറയുന്നതല്ലാതെ അവിടെ നിന്ന് പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ തലയിൽ വെച്ച് തൊടുകയോ ഒന്നുമില്ല അന്ന് കാലത്ത്. അപ്പോൾ ഞാൻ ഓർത്ത് പെന്തക്കോസ്തുകാരനാണ്. പെന്തക്കോസ്തുകാരാണെന്നും ഇങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ പെന്തക്കോസ്തുകാരാണ് ഞാൻ തീരുമാനിക്കും. ഏതായാലും പെന്തക്കോസ്തുകാരുടേതായ എൻ്റെ കത്തോലിക്കാരെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇവനുമായിട്ട് അല്ല വേണ്ട എന്ന് മനസ്സിലോർത്തു. എങ്കിലും എൻ്റെ ഉള്ളിൽ ഇവനോടൊരു സ്നേഹം തോന്നി. എന്താണെന്നറിയില്ല. കാരണം ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ പ്രാർത്ഥിച്ചോട്ടെന്ന് പറയാം. എന്നാലും ഞാൻ വെരിഫൈ ചെയ്യണം മോൻ്റെ പേരെന്നാണ്. എൻ്റെ പേര് ജോസഫ് ഔസേപ്പെന്ന് എന്നെ വിളിക്കുന്നത്. ഞാനൊരു കത്തോലിക്കൻ ആണ്. പക്ഷേ കത്തോലിക്കനായിട്ട് 8 മാസമേ ആയുള്ളൂ. അതിന് മുമ്പ് ഞാൻ ഹിന്ദുവായിരുന്നു. എങ്കിലും ഹിന്ദു ഒന്നും പറയത്തില്ല. ഒരു ദൈവവും എനിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം കള്ളും കുടിച്ച് ലഹരിയൊക്കെ എടുത്ത് ബീഡിയും വലിച്ച് നടന്നു. മാത്രമല്ല എൻ്റെ ശരീരം മുഴുവൻ കുത്തുകുത്തായിട്ട് സോറിയാസിസ് രോഗമുണ്ടായിരുന്നു, ആസ്മ ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ പ്രാകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിനെ ഞാൻ കണ്ടുമുട്ടി. ആ വാക്ക് എന്നെ സ്പർശിച്ചു. ഞാൻ യേശുവിനെ കണ്ടുമുട്ടി. ഞാൻ പെന്തക്കോസ്തുകാരനായിട്ടങ്ങ് മാറി. കഥാവിൻ്റെ അനുഗ്രഹത്തിലൂടെ ഞാൻ ഈശോയെ കണ്ടു. പിന്നീട് ഞാൻ ഒരു അച്ഛനടുത്ത് കൊണ്ടുവന്ന അച്ഛൻ പറഞ്ഞു, യഥാർത്ഥ സഭ കത്തോലിക്ക സഭയാണെന്ന് പറഞ്ഞ് എനിക്ക് വേദപാഠ പുസ്തകം തന്നു. അപ്പോൾ എനിക്ക് ബൈബിളിലൂടെ മനസ്സിലായി കർത്താവ് സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭയാണ്. അങ്ങനെ ഞാൻ ഒരു കത്തോലിക്കനായിട്ട് മാമോദിസ മേടിച്ചു. അതെ എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ എനിക്ക് സന്തോഷമായി. അവൻ പ്രാർത്ഥിച്ചോട്ടെ. അവൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. തലേ കേവയ്ക്കലാന്ന് പറയും. ആദ്യമേ എനിക്ക് തോന്നിയത് നിർത്തണം, നല്ല വാക്കുകൊണ്ട് പറയുന്നതിന് വഴി ഇളകാൻ വെക്കേണ്ട കാര്യം. പക്ഷെ അത് അങ്ങനെ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ അനുഭവമായിരുന്നു. അത് ഇലക്ട്രിസിറ്റി പോകുമ്പോൾ എൻ്റെ ശരീരത്തോട് ഒരു ശക്തി ഒഴുകുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തോ സംഭവിക്കുന്നില്ല. പെട്ടെന്ന് എനിക്കൊരു തീ പോലെ തോന്നി എൻ്റെ ബാക്കിൽ. അപ്പോൾ കിഡ്നി സുഖമാകുകയായിരിക്കും. ഞാനങ്ങ് വിശ്വസിച്ചു. എൻ്റെ ഈ പ്രാർത്ഥനയോടെ എൻ്റെ കിഡ്നി സുഖമായിട്ടുണ്ട്. പുള്ളി പറഞ്ഞൊന്നുമില്ല. പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഓർത്തു അത് തന്നെയാണ്. അത് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം മക്കളെ പറയാൻ പറ്റൂ. വയസ്സായില്ലേ അർത്ഥം പറഞ്ഞു. ഇവരോട് ഞാൻ ചോദിച്ചു, നീ എന്തുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നത്? നീ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ലല്ലോ. നീ ഇവിടെ ഈ ആശുപത്രിയിൽ മിക്കവാറും വരുന്നവരാണ് അല്ലെന്ന് ചോദിച്ചു. ഇല്ല, ആദ്യമാണ് വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോർണിംഗ് പ്രയറിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജെയിംസ് എന്ന പേരുള്ള ഒരു കൊച്ചു വൈദികൻ കാരിത്താസ് ആശുപത്രി കോട്ടയത്തുണ്ടെന്ന്. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാനവിടെ പോയിട്ടില്ല, അവിടെ പോകാൻ വഴിയിലാവും. ഞാൻ പ്രൈസ്തലോട് വരുന്ന ഭാഷാവർത്തി പ്രാർത്ഥിച്ചപ്പോൾ വഴി പോലും ബസ്സിൻ്റെ നമ്പർ പോലും കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ഉള്ളിച്ചിരിക്കുകയായിരുന്നു. തനി പെന്തക്കോസ്തൽക്കാരാണല്ലോ. കാരണം തിയോളജിയൊക്കെ പഠിച്ചാൽ നമ്മുടെ കത്തോലിക്ക സഭയൊന്നും അറിയത്തില്ല. ഈശോ സംസാരിക്കുമെന്നോ പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു കൗതുകം പോലെ തോന്നി. ഇങ്ങനെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു കാരിത്താസിലേക്കുള്ള വഴി. അവിടെ വെച്ച് വഴി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അച്ഛന് വേണ്ടി. അപ്പോൾ അച്ഛൻ്റെ രോഗവും പറഞ്ഞു കൃത്യമായിട്ട് കിഡ്നിക്കകത്താണ് തകരാറെന്ന്. അപ്പോൾ എന്നിട്ട് ഇവൻ പ്രാർത്ഥിച്ചപ്പോൾ കിഡ്നിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ വിശ്വസിച്ചു. പിന്നെ മക്കളെ അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥനയിലേക്ക് കടന്നു. അവൻ ചോദിച്ചു, കർത്താവേ, ഈ വൈദികൻ്റെ പ്രാർത്ഥന നിനക്കെങ്ങനെ കേൾക്കാൻ കഴിയും? ഇവൻ്റെ കുർബാന നിനക്കെങ്ങനെ സ്വീകരിക്കാൻ കഴിയും? കാരണം ഇവൻ്റെ ഹൃദയം പാപപങ്കിലമാണല്ലോ. നിനക്കറിയണം, ഒരു അൽമേനി 20 വയസ്സുകാരൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഊപ്പച്ചെറുക്കൻ ഒരു വൈദികൻ തലയിൽ കൈവച്ചായിരുന്നു പറഞ്ഞെന്ന് നോക്കണം. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ അഹങ്കാരത്തിൽ പറയായിരുന്നു, എടാ ഞാൻ അച്ഛനാണ്, നീ കൂടാ എന്ന് വേണേൽ പറഞ്ഞ് ഓടിക്കായിരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ, അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആ വചനത്തോട് റിയാക്ട് ചെയ്യുക. സത്യമെന്ന് പറഞ്ഞു. ആ നിമിഷത്തിൽ എനിക്ക് ബിഷപ്പിനെ കണ്ടുകൂടായിരുന്നു പടക്കമായിരുന്നു. 3 അച്ഛന്മാർ പടക്കമുണ്ടായിരുന്നു. പിന്നെ കുടുംബത്തിലുള്ളവരോട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ അപ്പം മരിച്ചപ്പോഴൊക്കെ സഹായിക്കാതിരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പടക്കം ഉള്ളിലുണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ മനസ്സിൽ വരുന്നു. ദൈവമേ, ഞാൻ പാപത്തോടു കൂടി ആയല്ലോ, വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ ഒരുപാട് കാണുന്നതും പ്രാർത്ഥിക്കുന്നതും സത്യമായവും പറഞ്ഞത്. ഇവൻ പ്രാർത്ഥിച്ച് മുറി നമുക്ക് പോയി.
അപ്പോൾ ഞാനൊരു എക്സ്റ്റസി ഒരു അനുഭവത്തിലായിരുന്നു. ഞാൻ കരഞ്ഞു കർത്താവ് എനിക്ക് ഇങ്ങനെ വൈകുന്നേരം തുടരുന്നത് നമുക്ക് പോകണം. പാവം വെച്ചുകൊണ്ട് കുർബാന ചെയ്യുന്ന പരിപാടി പാവം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വേണ്ട. ഒന്നെങ്കിൽ നല്ലതായിട്ട് ജീവിക്കുക, ഇല്ലെങ്കിൽ ഞാൻ പോവുക, വൈദിക ജീവിതം കഴിയില്ല. അപ്പോൾ ആ ക്രൈസിസ് ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെള്ളവസ്ത്രധാരിയായ ഈശോ ഒരു വെളിച്ചത്തിലൂടെ ഇങ്ങനെ നടന്നു വരിക എൻ്റെ അടുക്കിലേക്ക്. ആദ്യമായിട്ട് എനിക്കൊരു വിഷൻ കിട്ടുന്നത് അങ്ങനെയാണ്. വണ്ണപ്പാടി പറഞ്ഞു, യു ആർ എ പ്രീസ്റ്റ് ഫോർ എവർ, യു ക്യാൻ നെവർ ലീവ് യുവർ പ്രീസ്റ്റ്ഹുഡ്, യു ആർ എ പ്രീസ്റ്റ് വിത്ത് മീ. നീ എന്നോടുകൂടി ഒരു പുരോഹിതനാണ്, നിൻ്റെ പൗരോഹിത്യം നിനക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വന്നിട്ട് തോളിൽ കൈവച്ച് നിൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നിട്ട് ഈശോ പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മനുഷ്യനായ ഞാൻ പിറന്നപ്പോൾ ആ മാംസത്തിൽ ജെയിംസ് ഉണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു തിയോളജിയും പഠിച്ചിട്ട് കണ്ടിട്ടില്ല, ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. അതായത് 2020 വർഷം മുമ്പ് മാതാവ് ഈശോയെ ഗർഭിണിയായപ്പോൾ ആ ഈശോയുടെ ശരീരത്തിൽ ഞാൻ, നിങ്ങൾ എല്ലാം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാംസവുമാണ് അവൻ ഏറ്റെടുത്തത്. ആ സത്യം എനിക്ക് വ്യക്തമായി. ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാൻ ഈശോയെ മാപ്പ് തരണമേയോട് ക്ഷമിക്കണമേ. ഐ വിൽ കണ്ടിന്യൂ ആസ് എ പ്രീസ്റ്റ് ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത്. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ അങ്ങേക്ക് സേവനം ചെയ്ത് വൈദികനായി ജീവിക്കുമെന്ന് എൻ്റെ ഉള്ളുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം ഇത് നടക്കുമ്പോൾ എൻ്റെ അമ്മ അപ്പുറത്തുള്ള കസേര ഇരിക്കൊണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. അത് അങ്ങനെ ഒറ്റയ്ക്ക് എഴുന്നേറ്റില്ല, അമ്മയല്ല വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടത്. ഞാൻ ചാടി അതെ കട്ടിലിരുന്നുണ്ട്. അമ്മച്ചി എനിക്ക് കുർബാന തരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്നപ്പോൾ ഒരു അച്ഛൻ വന്ന കുർബാന തരികയായിരുന്നു. ഞാൻ ചെല്ലുവരായിരുന്നു. 18 ദിവസം കുർബാന ചെല്ലിയിട്ടില്ല. എടാ നീ പോയി വീഴും, ഇപ്പോൾ പോകണ്ട, 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലില്ല എനിക്ക് വേണം. അവിടെ തന്നെ ഞാൻ കപ്പലിൽ വിളിച്ചറിയിച്ചു. അവർ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കി. ഞാൻ പോയി കുർബാന ചെയ്തു. അന്ന് കുർബാനയ്ക്ക് വായിക്കാൻ കിട്ടിയ സുവിശേഷ ഭാഗം സക്കേയൂസിൻ്റെ സംഭവമാണ്. മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന സക്കേയൂസിനെ നിങ്ങൾക്കറിയാം. ഇത് ഞാൻ വായിച്ച് ഏകദേശം 20-18 മിനിറ്റ് നേരം ഈ ആളുകളുടെ മുഖത്ത് നോക്കി പ്രസംഗിച്ചു. ഒരു കാര്യം കൂടെ വിട്ടുകൂടെ പറഞ്ഞുപോയി. ഈ മകൻ പ്രാർത്ഥിച്ചപ്പോൾ, കാരണം ഇതൊക്കെ ഞാൻ എല്ലാവരും പറയാറില്ല, അതുകൊണ്ടാണ് അതിലെ രഹസ്യങ്ങൾ എൻ്റെ മക്കളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതായത് ഞാൻ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകാൻ പറഞ്ഞു. ഈശോയെ അങ്ങ് പട്ടം കൊടുത്തപ്പോൾ മെത്രാനിലൂടെ ഒരു ബൈബിള് കൊടുത്തല്ലോ ഇവരുടെ കയ്യിൽ. ആ ബൈബിൾ വെച്ച് അവൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ വൈദികനാക്കിയത് എന്ന് കർത്താവ് പറയുന്നതായിട്ട് ഇവൻ എന്നോട് സംസാരിക്കുകയാണ്. സത്യം, ഞാൻ നാണം കുടുങ്ങി ആയിരുന്നു. എനിക്ക് സ്റ്റേജ് ഫിയർ ആയിരുന്നു. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ ഒരു പെർഫോം ഈ ബാസ്കറ്റ് ബോൾ വിട്ടിട്ട് കളിക്കുന്നതല്ലാതെ പബ്ലിക്കായിട്ടൊന്നും ഞാൻ ഒരു പ്രസംഗം ഒന്നും പറയില്ല. എലക്യൂഷൻ ഒന്നും പറ്റില്ല. എനിക്ക് പേടിയായിരുന്നു. സഭാകമ്പം അപകർഷത പോലും. എന്നിട്ട് എനിക്ക് വലിയ അതിശയം തോന്നുന്നു. ഇവൻ്റെ കാരണം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈശോയെ ഇവൻ പ്രസംഗിക്കാൻ അറിയാമല്ലോ, ചെറുപ്പമായിരുന്നു, നല്ലത് തിന്നുമായിരുന്നു, ഞാൻ പെരുന്തീറ്റിക്കാരനായിരുന്നു, കപ്പയൊക്കെ ആണെങ്കിൽ വലിയ പ്ലേറ്റ് നിറച്ചു വേണമായിരുന്നു. അങ്ങനെ ഞാൻ തടിയനായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ സിബ്ലിങ്സൊക്കെ എന്നെ വിളിച്ചത് തടിയാനായിരുന്നു. അത് അപകർഷാബോധത്തിൻ്റെ കാരണമായിരുന്നു. 2 എൻ്റെ പെങ്ങളൊക്കെ വെളുത്ത് ഇരിക്കുന്നത് മലാമയെ പോലാണ്. എന്നെ കരമ്പാകരന്മാരെന്ന് വിളിക്കുമായിരുന്നു. ആ വിളി സ്കൂളിലെല്ലാം എല്ലാവരും കരമ്പാകരന്മാരെന്ന് വിളിക്കാൻ തുടങ്ങി. ഈ 2 വാക്കുകളാണ് എന്നെ അപകർഷാബോധത്തിൽ തള്ളിയത്. ഇത് ഈ മകൻ, ആദ്യം കാണുന്ന മകനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്താണ് ആ പറയുകയാണ്, കർത്താവെ അതിൽ നിന്ന് ഇവനെ വിമോചിപ്പിക്കണേ. ഒരു ആന്തരിക സത്യ പ്രാർത്ഥന വരുന്നത്തെ പക്ഷേ പറഞ്ഞാൽ ഇവൻ പ്രാർത്ഥിച്ചു. അതെ, ഞാൻ ഈ കുർബാന ചെയ്തപ്പോൾ ആദ്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ. എനിക്കറിയത്തില്ലെങ്കിൽ പട്ടം കഴിയുമ്പോൾ സാധാരണ ആ പുതിയ പട്ടം സ്വീകരിച്ച വ്യക്തി നന്ദി പറഞ്ഞ പ്രസംഗമുണ്ട്. ഞങ്ങൾ മനോഹരമായിട്ട് എഴുതിയെടുത്ത് ബൈബിൾ വെച്ചുകൊണ്ട് പോയി. എന്നിട്ട് പ്രിയ ഇങ്ങനെ നിന്നതല്ലാതെ ഒരു വാക്ക് പോലും കംപ്ലീറ്റ് ചെയ്യാൻ അന്ന് എനിക്ക് കഴിയില്ല. അപ്പോൾ വിചാരിച്ച് പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അത് ആ വ്യക്തിയാണ് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല. അവിടുന്ന് അതെ ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ എനിക്ക് തോന്നി തമ്പുരാൻ എനിക്ക് പ്രസംഗിക്കാനുള്ള വരം തന്നു. കുർബാന കഴിഞ്ഞപ്പോൾ പതിവില്ലാതെ ഈ സംഗീതത്തിലേക്ക് 2-3 പേര് വന്ന് പറഞ്ഞു, അച്ഛൻ്റെ ഇന്നത്തെ കുർബാന ഭയങ്കര അനുഭവമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? എനിക്ക് മുട്ട നിൽക്കാത്ത ആളായിരുന്നു.
ഞാൻ മുട്ടയിലെന്ന് വെച്ചാൽ അപ്പോൾ വേദനയൊന്നും മുട്ടയിലില്ല. ഈശോ എന്നെ സുഖപ്പെടുത്തി. എനിക്ക് ആദ്യം കേൾക്കുകയാണ് ഒരാൾ അങ്ങനെ പറയുന്നത്. ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു, ഞാൻ ഈ കുർബാന സമയത്ത് മാത്രം ആസ്മ വലിച്ചില്ല അച്ഛാ, ഞാൻ സുഖമായി അച്ഛാ. ഇങ്ങനെ 2-3 പേര് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി കർത്താവ് രോഗശാന്തിയുടെ വരവ് എനിക്ക് തന്നല്ലോ എന്നോർത്തു. അതെ അപ്പം ഞാൻ മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഡോക്ടർ നേഴ്സും ഉണ്ട്, ഇഞ്ചക്ഷൻ തരാം. ഞാൻ പറഞ്ഞു ഇനിയും വേണ്ട, എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. അപ്പോൾ ഡോക്ടർ ചോദിച്ച ഒരു ഊപ്പച്ചെറുക്കം വന്ന് പ്രാർത്ഥിച്ചിട്ട് നിനക്ക് സുഖമായെന്നാണോ എന്ന് വിശ്വസിക്കരുത്. 35-38 ദിവസം എടുത്തു നിന്റെ രോഗം ഡയഗ്നോസ് ചെയ്യാൻ. ഞാനാണ് മരുന്ന് നിർദ്ദേശിച്ചത്. നീ ഇപ്പോൾ സുഖമായെന്ന് പറഞ്ഞ് പോയാൽ നിനക്കൊരു ഓപ്പറേഷൻ വേണ്ടതാണ് 90 ദിവസം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ് ഡോക്ടറെ, ഞാൻ മരുന്ന് എടുത്തോളാം. വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്തു, പക്ഷേ എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. അപ്പോൾ എൻ്റെ സംസാരം കേട്ടപ്പോൾ ഡോക്ടർക്കും ഒരു മർത്തോമക്കാരനാണ്, അദ്ദേഹത്തിന് തോന്നി എന്തോ സംഭവിച്ചു. കാരണം ഞാൻ നല്ലൊരു വർത്തമാനം പറഞ്ഞ് നടക്കുന്നതെല്ലാം കണ്ടു. ഓക്കെ, ഞാൻ ടെസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം എൻ്റെ ടെസ്റ്റ് എല്ലാം ആവർത്തിച്ചു. ഇന്നത്തെ പോലെ എല്ലാ ടെസ്റ്റുകളൊന്നുമില്ല, എക്സ്റേയും ബ്ലഡും ഒക്കെ നോക്കി. രാവിലെ വിളിച്ച് എന്നോടും അമ്മോടും പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു, കിഡ്നിക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു ആ പോക്ക് നേരെ പോയത് മെത്രാൻസിൻ്റെ അടുക്കലാണ്. ഞാൻ മെത്രാനോട് ചെന്ന് പറഞ്ഞു ഈ കാര്യമില്ല. അപ്പോൾ മെത്രാൻസിൻ ചോദിച്ചത്, അച്ഛാ കയ്യിലൊരു സിഗരറ്റ് ഇല്ലാതെ അച്ഛനെ പ്രസംഗിക്കാൻ പറ്റുമോ? കാരണം ഞാൻ സിഗരറ്റ് വലിക്കായിരുന്നു. വീട്ടിൽ വെച്ച് അമ്മ അനുവദിക്കില്ലായിരുന്നു, സെമിനാരിലും അനുമാനമില്ലായിരുന്നു. പക്ഷേ അച്ഛനായി കഴിഞ്ഞപ്പോഴാണ് അച്ഛന്മാരുടെ കൂടെ വലിക്കാൻ പഠിച്ചു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഈശോ എന്നെ അതിനെല്ലാം മോചിപ്പിച്ചു പിതാവേ, ഞാൻ പോവുകയാണ്, എനിക്കിനി വചനം ഘോഷിക്കാൻ മതി, ഞാൻ രാജിവെക്കുകയാണ് ഈ സെമിനാരിലെ പണി. ഞാൻ പറഞ്ഞു അച്ഛൻ പ്രസംഗിച്ചിട്ടുമില്ല, അച്ഛൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുമില്ല, ആരും കേട്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ കുർബാനയ്ക്ക് പ്രസംഗിച്ചു പിതാവേ, ഞാൻ പോവും. ഇന്ന് പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു പൊക്കോ, പക്ഷേ വിജയിച്ചില്ലെങ്കിൽ തിരിച്ചു പോരണം, സെമിനാരിൽ തന്നെ പഠിപ്പിക്കാമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ എടുത്ത കാലം അതിൽ പിന്നെ വലിച്ചിട്ടില്ല.